തൃശൂരിലെ ആദ്യ മേയർ ജോസ് കാട്ടൂക്കാരൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 6 മണിക്ക് തൃശൂർ കോപ്പറേറ്റീവ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ നടക്കും. ഏറെ നാൾ കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്നു. തൃശൂർ പ്രഥമ ജില്ലാ കൗൺസിൽ അംഗവുമായിരുന്നു ജോസ് കാട്ടൂക്കാരൻ. സൂരജ് സജിയുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, വിവരങ്ങൾ. ഉന്മേഷ്, ഇന്ന് രാവിലെയാണ് തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രിയിൽ വെച്ച് ഈ തൃശൂരിന്റെ പ്രഥമ മേയറായിട്ടുള്ള ജോസ് കാട്ടൂക്കാരൻ അന്തരിക്കുന്നത്. ഈ ഏറെക്കാലമായി വാർദ്ധക്യ സഹജ അവശതകൾ ഉണ്ടായിരുന്നു. തുടർന്ന് ഈ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു ഇന്ന് രാവിലെ മരണം സംഭവിച്ചത്. നിലവിൽ ഈ അരുണാട്ടുകരയിലെ വീട്ടിലാണ് ഈ മൃതദേഹമുള്ളത്. രാവിലെ 10 മണിയോടുകൂടി തന്നെ വീട്ടിൽ ഈ പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട്. നാളെ ആയിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ദൂര ഇടങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ആളുകൾ എത്തിച്ചേരേണ്ടതുണ്ട്. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂരിന്റെ രാഷ്ട്രീയത്തിൽ ഏറെക്കാലം നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ്. പ്രത്യേകിച്ച് തൃശ്ശൂരിന്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടെല്ലാം ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി. കരുണാകരന്റെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ നടത്തിയ തൊഴിലാളി സമരങ്ങളുടെ എല്ലാം മുൻനിര പോരാളിയായിരുന്നു. പ്രത്യേകിച്ച് ഈ ജില്ലാ കൗൺസിൽ അംഗമായിരുന്നു. ഈ ജില്ലാ പഞ്ചായത്ത് രൂപീകരിക്കുന്നതിന് മുമ്പ് ജില്ലാ കൗൺസിലായിരുന്നു നിലനിന്നിരുന്നത്. ആ ജില്ലാ കൗൺസിൽ ഏറെക്കാലം അംഗമായിരുന്നു. പിന്നീടാണ് ഇദ്ദേഹം ഈ 2000-ൽ തൃശൂർ കോർപ്പറേഷൻ രൂപീകരിക്കുന്ന സമയത്ത് അതിന്റെ മേയർ പദവിയിലേക്ക് എത്തുന്നത്. തുടർന്ന് ഇദ്ദേഹം ഒരു പകുതി ടൈം ഇദ്ദേഹമായിരുന്നു മേയറായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മാറിക്കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് 4 വർഷത്തിന് ശേഷം ഇദ്ദേഹം രാജിവെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും തൃശ്ശൂരിന്റെ രാഷ്ട്രീയ ഇടത്തിൽ ഏറെ കാലം നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ വിട പറഞ്ഞിരിക്കുന്ന ഉന്മേഷ്. സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.